ഹായ് എവരി വൺ. ഇന്ന് റവ വെച്ചിട്ടുള്ളൊരു നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 2 കപ്പ് റവ ഫൈനായിട്ട് പൊടിച്ചാണ്, ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചതാണിത്. അപ്പോൾ ഇത് പൊടിക്കാനേ വേണം, എന്നാലേ മാവായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച് വെച്ച മുളക് ചേർക്കാം. ക്രഷ് ചെയ്ത് മുളകാണിത്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മസാല ചേർക്കുന്നുണ്ട്. ചാട്ട് മസാല, നിങ്ങൾ ഇഷ്ടപ്പെട്ട മസാല ചേർക്കണം. ഗരം മസാലപ്പൊടി ആയാലും മതി. ഇവിടെ ഞാൻ ചാട്ട് മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഒറ്റയടിക്ക് ഒഴിക്കാൻ പാടില്ല. കുറച്ചായിട്ട് തന്നെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. മാവ് രൂപത്തിലാക്കണം. ഇത് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നോക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നോക്കുക. അളവ് ഞാൻ പറയുന്നില്ല. അപ്പം ഏകദേശം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് കുഴക്കട്ടെ. അപ്പം നമ്മളെ മാവ് ഏകദേശം ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആകും കൂടി ചെയ്തിട്ടുണ്ട്. ഇത് ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം. അപ്പം നമുക്കിതൊന്ന് 20 മിനിറ്റ് മാറ്റി വെക്കാം. നമ്മളെ മാവ് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൈവച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് ഷേപ്പാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഫോർക്കിൻ്റെ ബാക്ക് വശം ഉപയോഗിച്ചിട്ടാണ് ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. കുറച്ച് ചെറിയൊരു ബോൾ കയ്യിലെടുത്തിട്ട് അതിനകത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക വേണ്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ചെറിയൊരു ബോൾ കൈമേലെടുത്തിട്ട് അതൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് ഒന്ന് റോൾ ചെയ്യുക. ഇത് കാണുന്ന പോലെ തന്നെ ഒന്ന് റോൾ ചെയ്യാം. ആ ഫോർക്കിൻ്റെ ആ ഒരു സൈഡിൽ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇതുപോലെ ഷേപ്പായി വരുള്ളൂ. ആ ഒരു ഫോർക്കിൻ്റെ ആ ഒരു സൈഡിൽ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം എൻ്റെ ഭാഗത്ത്. എന്നാലേ നല്ല ഇതുപോലെ തന്നെ ഷേപ്പ് ആവുള്ളൂ. അപ്പം നമുക്കിത് എല്ലാതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യമെല്ലാം ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇത് ചെയ്ത് വരുമ്പോഴേക്ക് ഈ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരും. ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. റവ വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ് ഈ സ്നാക്ക്. മാത്രമല്ല നല്ല ടേസ്റ്റിയും. 4 മണിക്കെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമായത്. അപ്പം ഈ സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറച്ചൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കടായിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ നമ്മൾ ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചായിട്ടൊന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഗോൾഡൻ കളറാകുന്നവരെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമ്മൾ ഈ സ്നാക്ക് ഒന്ന് ഓയിലിൻ്റെ അകത്ത് കോരി മാറ്റാം. അപ്പോൾ 4 മണിക്ക് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചു വെക്കാം.
അപ്പോൾ നല്ല ക്രിസ്പിയാണ് ഈ സ്നാക്ക്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.